നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഈസിവിസിന്റെ ഡ്യുവൽ ലെൻസ് ഉള്ള ബേബി മോണിറ്ററിംഗ് ക്യാമറയാണ്. ബേബി മോണിറ്ററിംഗ് ക്യാമറ എന്ന് പറയാൻ കാരണം ഈ ക്യാമറ ആക്ച്വലി നമ്മൾ ഇൻഡോറിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. കാരണം ഇതിന്റെ മോട്ടറൈസേഷൻ ഉണ്ട്, മോട്ടറുള്ള ഒരു ക്യാമറയാണ്. ഡ്യുവൽ ലെൻസ് ഉണ്ട് ഇതിന്, അതായത് ഒരു ലെൻസ് വൈഡ് വിഷ്വൽ കിട്ടുന്ന ലെൻസാണ്, ഫിക്സഡ് ലെൻസാണ് അത്. ഇതാണ് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത്. പുതിയൊരു അപ്ഡേഷൻ ഇതിൽ വന്നിരിക്കുന്നത്, അതായത് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ക്യാമറ ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഡ്യുവൽ ലെൻസ് ഇല്ല എന്നേ ഉള്ളൂ, പക്ഷേ സിംഗിൾ ലെൻസ് തന്നെ ഈ പറഞ്ഞ പോലെ ക്യാമറയുടെ മുമ്പിലുള്ള ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഫീച്ചറുള്ള ക്യാമറ ഓൾറെഡി 2-3-4-5 വർഷമായിട്ട് ഇറങ്ങി കഴിഞ്ഞ ക്യാമറയാണ്. അപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ഫീച്ചറും കൂടി ഇതിൽ ആഡ് ഓൺ ആയിട്ടുണ്ട്. അതാണ് വൺ ടച്ച് കോളിംഗ് ബട്ടൺ. അതാണ് അതിന്റെ ഐക്കണാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ വൺ ടച്ച് കോളിംഗ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ആപ്പിലോട്ട് കോൾ വരും, കണ്ടല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മൊബൈൽ ആപ്പിൽ കോൾ വന്നിട്ടുണ്ടാവും. ഈ കോൾ ഞാൻ ആൻസർ ചെയ്യാം, എനിക്ക് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കട്ട് ചെയ്യാണ്. ഇപ്പോൾ റിങ്ങിന്റെ സൗണ്ട് ഈ ക്യാമറയിൽ നിന്നാണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ടാബിനകത്ത് ഒരു കോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറയുടെ മുമ്പിലുള്ള ആളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് കട്ട് ചെയ്യാണ്, കാരണം ക്യാമറയിൽ മൈക്ക് ഉള്ളതുകൊണ്ട് മൈക്ക് തമ്മിൽ ഹൗളിംഗ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആ കോൾ കട്ട് ചെയ്താണ്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ഈ കോളിംഗ് ഫീച്ചർ ചില സമയത്ത് മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കോളിംഗ് ആരെങ്കിലും ഇതിങ്ങനെ ചുമ്മാ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇവിടുന്ന് കോൾ പോവാണ്, ഇതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കോൾ പോവാണ്. അപ്പം ഒരു എമർജൻസി മീറ്റിങ്ങിലൊക്കെ നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ കോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. ഈ സമയത്ത് നമുക്ക് മൊബൈൽ ആപ്പിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബട്ടൺ പ്രസ് ചെയ്താലും കോൾ അവിടെ വരാൻ പാടില്ല, കോള് റിങ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഓപ്ഷൻസുകളൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ കോള് ബട്ടൺ ഒരു ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്താൽ മതി. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലോട്ട് കോൾ വരും. ഇനി കോൾ ബട്ടൺ പ്രസ് ചെയ്യാതെ തന്നെ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് തുറന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഇനി അതല്ല, ഇവിടെ ഇരിക്കുന്ന ക്യാമറയുടെ മുമ്പിലുള്ള ആൾക്ക് പെട്ടെന്നൊരു ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളോട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ആപ്പ് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ആവശ്യം ആണ് ഈ ഒരു വൺ ടച്ച് കോൾ ബട്ടണിൽ കൂടെ അവിടെ ക്ലിയർ ആയി വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ ക്യാമറയിലുണ്ട്. അതുപോലെ ഈ ഓപ്ഷനുള്ള സിംഗിൾ ലെൻസ് ക്യാമറാസ് അവൈലബിൾ ആണ്. ഡ്യുവൽ ലെൻസ് ആകുമ്പോൾ ഈ പറഞ്ഞ 2 ലെൻസിന്റെ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും, പ്ലസ് ഒരു വൺ ടച്ച് കോളിംഗ് ബട്ടൺ കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ സിംഗിൾ ലെൻസ് ക്യാമറാസും അവൈലബിൾ ആണ്. സൂമിങ് നമുക്ക് ഡിജിറ്റലി സൂം ചെയ്യാം, ഒപ്റ്റിക്കൽ സൂമിങ് ഇതിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമറനെ വിളിക്കുന്ന പേര് PT ക്യാമറ എന്നാണ്. അതായത് പാന് ടിൽറ്റ് ഉള്ള PT ക്യാമറയാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറ. ഡ്യുവൽ ലെൻസ്, അതായത് ഒരു ക്യാമറ ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, അതിന്റെ കവറേജും അത്യാവശ്യം വൈഡ് ആയിരിക്കും. മറ്റൊരു ക്യാമറ നമുക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ക്യാമറ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഏരിയയിലേക്ക് തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിക്കാനും പറ്റും. ഉദാഹരണത്തിന് ഈ ക്യാമറ മുന്നോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ഈ ക്യാമറ നമുക്ക് ഇങ്ങനെ പുറകോട്ട് തിരിച്ചിട്ട് നോക്കാൻ പറ്റും. ഞാൻ 2 ക്യാമറയുടെ ലെൻസും ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ബാക്കിലെ ക്യാമറയുടെ ലെൻസാണ്. നിങ്ങൾ ടാബിൻ്റെ അകത്ത് വിഷ്വൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ക്യാമറ. രണ്ടാമത്തെ ക്യാമറ ഫിക്സഡ് ലെൻസാണ്, അത് ഞാനിപ്പം ഒന്ന് മാസ്ക് ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ മാസ്ക് ആയിട്ടുണ്ട്. സോ 2 ക്യാമറയും ഇതിൽ നമുക്ക് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ക്യാമറാസിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കാനും, ഇനി ട്രാക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ട്രാക്കിംഗ് അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റും. മുകളിൽ കാണുന്ന വിഷ്വലാണ് റൊട്ടേഷൻ ക്യാമറ. ഞാൻ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റും. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്യാമറ അവിടെ റൊട്ടേറ്റ് ആവുന്നതും കാണാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വിഷ്വലിനകത്തും റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാം. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്യാമറ റൊട്ടേറ്റ് ചെയ്യാണ്, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ആവുന്നത് കാണാം. അതേ സമയത്ത് താഴത്തെ ക്യാമറ റൊട്ടേറ്റ് ആവത്തില്ല, താഴത്തെ ക്യാമറ അവിടെ ഇങ്ങനെ ഫിക്സഡ് വ്യൂ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നല്ല ക്ലാരിറ്റിയാണ്. ഈ ക്യാമറയുടെ ലെൻസ് എന്ന് പറയുന്നത് 4 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ലെൻസ് ആണ്. മുകളിലത്തെ ക്യാമറയുടെ ലെൻസും 4 മെഗാ പിക്സലാണ്, താഴത്തതും 4 മെഗാ പിക്സലാണ്. ഈ ക്യാമറ നമുക്ക് വൈഫൈ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ക്യാമറയ്ക്ക് പവർ വരുന്നത് USB Type-C കേബിളാണ്. Type-C കേബിൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും, അതായത് നമുക്ക് Type-C കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന എവിടെ വേണമെങ്കിലും ഈ ക്യാമറനെ പ്ലേസ് ചെയ്യാം. ടിവിയുടെ മുകളിൽ വേണേൽ ടിവിയുടെ മുകളിൽ വെക്കാം. വീഴാത്ത രീതിയിൽ നമ്മളിത് ഫിറ്റ് ചെയ്യണമെന്ന് മാത്രം. നമുക്കിത് ടേബിൾ ടോപ്പ് ആയിട്ടും വെക്കാം, സീലിംഗ് മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെയും വെക്കാം. സീലിംഗിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാമറ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വിഷ്വൽ തരും. ഈ സമയത്തൊക്കെ അവിടെ റൊട്ടേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ സീലിംഗിൽ ഫിറ്റ് ചെയ്ത അവസ്ഥയിൽ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിലത്തെ ക്യാമറ റൊട്ടേറ്റ് ആവുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് 2 രീതിയിൽ കണക്ടിവിറ്റി പോസിബിൾ ആണ്. ഒന്ന് ലാൻ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ വഴി
കണക്ട് ചെയ്യാൻ പറ്റും. വൈഫൈ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് ഈ ക്യാമറ വർക്ക് ചെയ്യാൻ ഒരുപാട് കേബിളിങ്ങിന്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും നിയർലി പവർ സോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ USB അഡാപ്റ്റർ കണക്ട് ചെയ്യുക, USB കേബിൾ ഈ ക്യാമറയുടെ പുറകിൽ കണക്ട് ചെയ്യുക. ക്യാമറ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ആപ്പിലേക്ക് ആഡ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വൽ കിട്ടും. പ്രായമായ പാരൻസിനെ മോണിറ്റർ ചെയ്യാൻ, പാരൻസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പ്രായമായ പാരൻസ് മരുന്നിൻ്റെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ക്യാമറ അവിടെ നേരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പിനകത്ത് നിന്ന് അവരോട് അങ്ങോട്ട് സംസാരിച്ചിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛാ നമ്മൾ മരുന്ന് കഴിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിലുണ്ട്. അപ്പം EZVIZന്റെ ഡ്യുവൽ ലെൻസ് ഉള്ള ബേബി മോണിറ്ററിംഗ് ക്യാമറയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.